നമസ്കാരം. രാജ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ തുടക്കം കുറിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് സർവേകളുടെ കൂടി കാലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള സർവേ ഫലങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP തന്നെ അധികാരത്തിലേറും എന്നുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടൈംസ് നൗവും ETG റിസർച്ചും ചേർന്ന് നടത്തിയ സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അടുത്ത സർക്കാരിനെയും നയിക്കും എന്നുകൂടി പറയുന്നുണ്ട്. BJP നയിക്കുന്ന NDA വലിയ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് ഈ ടൈംസ് നൗ ETG റിസർച്ച് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. 91% ജനങ്ങളും BJP അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് എന്നുകൂടി ഇവർ പ്രവചിക്കുന്നുണ്ട്. എത്ര സീറ്റുകളാവും ഇവർ BJPക്കായി പ്രവചിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില ചർച്ചകളും നടക്കുന്നുണ്ട്. അത് വലിയ കൗതുകമുള്ളതാണ്. 300-ലധികം സീറ്റുകൾ NDA നേടും എന്ന് തന്നെയാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. സർവേയിൽ പങ്കെടുത്ത 14% പേർ 400-ലധികം സീറ്റുകൾ ലഭിക്കും എന്ന് പറയുന്നുമുണ്ട്. 9% താഴെ മാത്രമാണ് BJP അധികാരത്തിൽ വരില്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്ക് ആരായിരിക്കും എന്ന ചോദ്യത്തിനും നരേന്ദ്രമോദി എന്ന ഉത്തരം തന്നെയാണ് അധികം ആളുകളും നൽകിയിരിക്കുന്നത്. 64% പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അടുത്ത വട്ടവും BJP സർക്കാരിനെ നയിക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ 17% ആളുകൾ വയനാട് MP-യും കോൺഗ്രസിന്റെ നേതാവുമായ രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ അറിയിക്കുന്നത്. 19% ആളുകൾ ഇവർ രണ്ടുമല്ല, രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദിയോ അല്ല, മറിച്ച് ഒരു പുതുമുഖം പ്രധാനമന്ത്രി പദത്തിലേറുമെന്ന് വിശ്വസിക്കുന്നവരാണ്. 2024 ഏപ്രിൽ മെയ് മാസത്തിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. എന്തായാലും അടുത്തിടെ നടന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതുകൊണ്ട് തന്നെ BJPക്കുള്ള ആത്മവിശ്വാസവും വലുത് തന്നെയാണ്. ഉത്തർപ്രദേശിലും ബീഹാറിലും മറ്റും BJP വലിയ കുതിപ്പ് കാഴ്ചവെക്കുമെന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും സർവേ ഫലങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് BJP സർക്കാരിന് തന്നെയാണ്. അതിൽ തന്നെ അമരത്തുണ്ടാവുക വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.